ലോകത്തിൽ അനേകം മനുഷ്യരെ തകർത്ത് കളയുന്ന രണ്ട് ദുർസ്വഭാവങ്ങളാണ് അസൂയയും പരദൂഷണവും. ഈ രണ്ട് വിധ ദുർസ്വഭാവങ്ങൾ നിമിത്തം അനേക വ്യക്തികളും കുടുംബങ്ങളും തകർന്നിട്ടുണ്ട്. അനേക രക്തബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ തകരുക മാത്രമല്ല, നല്ല സ്നേഹബന്ധത്തിലുള്ളവർ ബദ്ധശത്രുക്കളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ദുർസ്വഭാവങ്ങളാണ് പിശാച് ലോക ആരംഭം മുതൽ ഏറ്റവും ശക്തമായി മനുഷ്യരുടെ ഇടയിൽ ഉപയോഗിച്ചു വരുന്നതും വിജയിക്കുന്നതും. നിങ്ങൾ അസൂയ നിറഞ്ഞവരും പരദൂഷകരുമാണ് എന്ന് നിങ്ങളോട് അടുത്ത് ഇടപഴകുന്ന ഒരാൾ മനസ്സിലാക്കിയാൽ നിങ്ങളിൽ നിന്നവർ ദൂരെ ഓടി ഒളിക്കാൻ ഇടയാകും. നിങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കവർ നിമിത്തം ലഭിക്കാനിരിക്കുന്ന നന്മകൾ നഷ്ടപ്പെടും. നിങ്ങൾ ഒറ്റപ്പെടും. ഓർക്കുക, അസൂയ, പരദൂഷണം രണ്ടും നിങ്ങളെ മാറാ രോഗികളാക്കി മാറ്റും, തലമുറകളെ നശിപ്പിക്കും. ബൈബിൾ പറയുന്നു, അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു എന്ന്. വീണ്ടും പറയുന്നു, ദൂഷണം പറയുന്നവർ പിശാചിന്റെ അടിമകളും ആയുധങ്ങളുമാണെന്ന്. സ്നേഹിത, നിങ്ങൾ ഈ രണ്ട് പൈശാചിക സ്വഭാവങ്ങൾക്ക് അടിമകളാണോ? മാനസാന്തരപ്പെടണം. മറ്റുള്ള എല്ലാവരുടെയും നന്മയിൽ സന്തോഷിക്കാൻ പഠിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെയും അവരെക്കാൾ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കണമേ എന്ന്. സത്യമായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പരദൂഷണം പറയണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ വരുമ്പോൾ ആദ്യം ആരെക്കുറിച്ച് ദൂഷണം പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചോ അവരെ നേരിൽ കണ്ട് ഈ കാര്യം ചോദിക്കുക. സത്യമാണെങ്കിൽ അവരെ വചന അനുസരണം ശരിപ്പെടുത്തുക. അവർക്കായി പ്രാർത്ഥിക്കുക. അവരുടെ മേൽ ആധിപത്യമെടുത്തിരിക്കുന്ന ദുഷ്ട സ്വഭാവങ്ങൾ അവരിൽ നിന്ന് മാറുവാനും അതുപോലെ ദൈവിക സാന്നിധ്യം അവരിലേക്ക് പകരപ്പെടാനും അതിടയായിത്തീരും. ഒരിക്കലും ആരെയും കുറിച്ച് ദൂഷണം പറയാതിരിക്കുക. ആരോടും അസൂയപ്പെടാതിരിക്കുക. അതിനായി ദൈവത്തിൽ നിന്ന് കൃപ നേടുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും.